എന്റെ പ്രിയരെ, ഈ ഭൂമിയിലെ ആയുസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ആയുസാണ്. ഞാൻ വേണേൽ നമ്മൾ എത്ര ദിവസം ജീവിക്കുമെന്നുള്ളത് പറയാം. ഒരാൾ 90 വയസ്സ് വരെ ജീവിക്കുമെന്ന് നിങ്ങൾ കരുതിക്കോ. 90 വയസ്സ് വരെ. ഒരു വർഷത്തിന് എത്ര ദിവസമുണ്ട്? 365. അപ്പൊ 365 ദിവസങ്ങളുള്ള 90 വർഷം. അപ്പൊ നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കോ. 365 ഗുണം 90 സമം 32,850 ദിവസം. നമ്മളിവിടെ 6 പാക്ക് മസിലും കൊണ്ടൊക്കെ നടന്നാലും 32,850 ദിവസമേ ജീവിക്കത്തുള്ളൂ. ഈ CFL ഇതിന്റെ കമ്പനിക്കാരൻ 1500 മണിക്കൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1500 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഫീസായി പോകും. ഇതുപോലെയാണ് നമ്മൾ മാക്സിമം ജീവിച്ചാൽ 32,850 ദിവസം. അച്ഛാ, 45 വയസ്സ് കഴിഞ്ഞോ? 16,425 ദിവസം കഴിഞ്ഞു. ഇനി എത്ര കൂടെ ഉണ്ട്? 16,425 കൂടെ ഇനിയുള്ളൂ. അച്ഛാ, 60 ആയോ? 21,950 ദിവസം കഴിഞ്ഞു. ഇനി എത്രയൂടെ ഉണ്ട്? എണ്ണിക്കൂട്ടിയാൽ 10,000-ഓളം. അതിന്റെ പകുതി ഉറങ്ങി തീർക്കും. ചിലര് പകുതിയല്ല, അതിന്റെ പകുതിയും കൂടെ ഉറങ്ങുന്നവരാ. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ജീവിക്കാൻ കുറച്ച് നാളൂടെ ഉള്ളു കേട്ടോ. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. ഈ ആയുസിന്റെ ഒരു പ്രത്യേകത അതാണ്, ഇവിടം കൊണ്ടത് തീരും, ഇവിടം കൊണ്ടത് തീരും. ഇത് വേഗം തീരുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് വേഗം തീരും, ഇത് വേഗം തീരുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ മരണവീട്ടിൽ പാടുന്ന ഒരു പാട്ടുണ്ട്. ഉണർവിനെ കെടുത്തുകയല്ല, നമ്മൾ അതിലേക്ക് വരുക. ഈ മരണവീട്ടിൽ പാടുന്ന ഒരു പാട്ടുണ്ട്. ആകെയൽപ്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, അല്ലേ? അല്പനേരം കൂടെ ഉള്ളൂ. അതില് സമയമാം രഥത്തിൽ ഞാൻ, അല്ലെ? നമ്മളൊരു രഥത്തിലാണ്, ഒരു രഥത്തിലാണ്. ആ രഥത്തിന്റെ ചക്രം മുൻപോട്ടോടുന്നു. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് റിവേഴ്സ് ഉണ്ട്, പക്ഷെ സമയത്തിന്റെ രഥത്തിനു മാത്രം റിവേഴ്സ് ഇല്ല. ഹലോ, മൂഴിയാർ പവർ ഹൗസും കക്കാട് പവർ ഹൗസും മൂലമറ്റം പവർ ഹൗസും ഷട്ട് ഡൗൺ ചെയ്യും സർവീസിന് വേണ്ടി. പക്ഷെ ഈ സമയത്തിന്റെ രഥത്തിന്റെ ചക്രം ഷട്ട് ഡൗൺ ചെയ്യത്തില്ല. അത് മുൻപോട്ട് 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 ഉരുണ്ടുകൊണ്ടേയിരിക്കും. ഓർക്കുക, നമ്മൾ നാളിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒടുക്കത്തെ നാളിലെ ഉയർപ്പ് ആർക്കാണ്ട് വേണ്ടിയാണ് എന്ന് ചിന്തിക്കരുത്, നമുക്ക് വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ അടച്ച് കിടത്തുന്ന പെട്ടി സ്വർഗപ്പെട്ടിയായാലും, പണ്ട് ചെങ്ങന്നൂരിന്ന് MC റോഡ് വഴി പന്തളത്തേക്ക് വരുമ്പോൾ ഇടതുവശത്ത് മുകളിലായിട്ട് ഒരു പേരുണ്ടായിരുന്നു, സ്വർഗപ്പെട്ടി. സ്വർഗപ്പെട്ടി എന്ന് പറഞ്ഞാൽ വെൽവെറ്റ് ഒക്കെ അടിച്ച നല്ല പെട്ടിയാണ്. 38,000 രൂപ കൊടുത്താൽ സ്വർഗപ്പെട്ടിക്കകത്ത്, കല്ലറയ്ക്കകത്ത് കിടക്കാം. 5 ലക്ഷം രൂപയുടെ ഒരു പെട്ടിയെ പറ്റി കേട്ടിട്ടുണ്ട്. അവിടെ പോയാലും പാട്ട് കേട്ടോണ്ടേ ഇരിക്കാം. സ്വർഗപ്പെട്ടിക്കകത്ത് അടക്കിയാലും 250 രൂപയുടെ റബ്ബറിന്റെ പെട്ടിക്കകത്ത് അടക്കിയാലും ഒടുക്കത്തെ നാളിൽ ഉയർപ്പെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത. ഒടുക്കത്തെ നാളിലെ ഉയർപ്പ്, ആ ഉയർപ്പ് കിടക്കുന്നത് ഈ പാനപാത്രത്തിന്റെ കൂട്ടായ്മയ്ക്കകത്താണ്, ഈ ശരീരത്തിന്റെ കൂട്ടായ്മയ്ക്കകത്താണ്. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞതാ. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവൻ ഉണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഉയർക്കണോ? ഓ ഹല്ലേലൂയ. കോവിഡ് ആണെന്നും പറഞ്ഞ് പലരും ഇതുവരെയും ചർച്ചിനകത്ത് വന്നിട്ടില്ല. പക്ഷെ ട്രിവാൻഡ്രത്ത് നിന്ന് KK എക്സ്പ്രസ് കയറി ഡൽഹി വരെ ജനറൽ കമ്പാർട്ട്മെന്റിൽ തൂങ്ങി നിന്ന് പോകും. അവിടെ കോവിഡ് ഇല്ല, പക്ഷെ ചർച്ച് വരാൻ കോവിഡാണ്. ഈ പുള്ളി, ഇവിടുത്തെ മാർക്കറ്റ് എവിടാന്ന് എനിക്ക് അറിയത്തില്ല, പാളയം മാർക്കറ്റിൽ ചെന്ന് മീൻ കച്ചവടക്കാരനോട് വില പറഞ്ഞ് ഇടിച്ചു നിൽക്കാൻ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, കൊറോണ വരത്തില്ല. ഹലോ, കല്യാണത്തിന് ഇവിടുത്തെ ട്രെൻഡ് എനിക്ക് അറിയത്തില്ല, ഞങ്ങൾ അങ്ങ് തിരുവല്ലയിലെ ട്രെൻഡ് പറയുകയാണ്. കല്യാണത്തിന് ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ്. കേറ്ററിംഗുകാർ ഷട്ടർ തുറക്കുന്ന ഒരു സമയമുണ്ട്. PT ഉഷ നിൽക്കുന്നത് പോലെ നിൽക്കുന്നത്, ഇടിച്ചൊരൊറ്റ ഓട്ടമാണ് അകത്തേക്ക്. അപ്പൊ കോവിഡ് ഇല്ല. പക്ഷെ ചർച്ച് വരുമ്പോ അച്ഛന് കോവിഡാ. ആര് പറഞ്ഞു? പിള്ളേര് പറഞ്ഞു. പിള്ളേര് ഫ്ലൈറ്റിൽ കയറണ്ടെന്ന് പറഞ്ഞില്ല.
പിള്ളേര് മീൻചന്ത പോകണ്ടെന്ന് പറഞ്ഞില്ല, പിള്ളേര് ട്രെയിനിൽ കയറണ്ടെന്ന് പറഞ്ഞില്ല. തമ്പാനൂരിൽ നിന്ന് KSRTC ബസ്സിൽ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം ഉള്ളിടത്ത് യാത്ര ചെയ്ത് കൊട്ടാരക്കരയ്ക്ക് പോകണ്ടെന്ന് പിള്ളേർ പറഞ്ഞില്ല. പക്ഷെ പിള്ളേർ ചർച്ചിൽ പോകണ്ടെന്ന് പറഞ്ഞു. അതൊരു വല്ലാത്ത വ്യാപാരം. ഒരു കുഴപ്പമില്ല, മരിച്ചാൽ ഞങ്ങൾ വന്ന് അന്തസ്സായിട്ട് അടക്കി തരും. പിന്നെ കുഴിയിലോട്ട് ഇറക്കി വെച്ച ഒരു പാട്ടുകൂടെ പാടും, പേർ വിളിക്കും നേരം കാണും. അത് ഞങ്ങളുടെ രീതി ആയതുകൊണ്ട് പാടുന്നതാ. പക്ഷെ ബൈബിൾ പറയുന്നു, ഒടുക്കത്തെ നാളിൽ ഉയർക്കുന്നത് പേർ വിളിക്കും നേരം എന്ന പാട്ട് പാടുന്നത് കൊണ്ടല്ല, ഈ കൂട്ടായ്മയിലേക്ക് ഒരുവൻ വരുന്നത് കൊണ്ടാണ്. ഒരാമേൻ പറഞ്ഞാട്ട്, ശബ്ദം ഉയർത്തി ഒരാമേൻ പറഞ്ഞാട്ട്. ഇന്ന് പകലും ഞാൻ ഈ ദൂത് പറയുന്നത് ആത്മീക ജീവിതത്തിന്റെ ഗൗരവത്തിലേക്ക് ഈ പകലിൽ ജനം കയറി വരണം. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ചാട്ടെ.